കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ നിന്നെടുത്ത ലോറിയിൽ കണ്ടെത്തിയ മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. DNA പരിശോധനയിലൂടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. DNA ഫലം വന്ന സാഹചര്യത്തിൽ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു. ഇനി സാങ്കേതിക നടപടികൾ മാത്രമേ ഉള്ളൂ. നാളെ രാവിലെയോടെ തന്നെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ കരുതുന്നതെന്നാണ് സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞത്. കർണാടക പോലീസിലെ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അർജുനുമായി എത്തുന്ന ആംബുലൻസിന്റെ സുരക്ഷാ ചുമതല നൽകിയിരിക്കുന്നത്. കാർവാർ MLA സതീഷ് സെയിൽ ആംബുലൻസിനെ അനുഗമിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി കിട്ടിയാൽ കാർവാർ SP M നാരായണക്കൂടി മൃതദേഹത്തെ അനുഗമിക്കും. മൃതദേഹവുമായുള്ള കേരളത്തിലേക്കുള്ള യാത്രയ്ക്കായി ആംബുലൻസും മൊബൈൽ ഫ്രീസറും അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ്. അർജുന്റെ സഹോദരൻ അഭിജിത്തിന്റെ DNA സാമ്പിളാണ് ഇതിനായി ശേഖരിച്ചത്. അർജുന്റെ തുടയെല്ലും നെഞ്ചിന്റെ ഭാഗത്തുള്ള വാരിയലിന്റെ ഒരു ഭാഗവുമാണ് പരിശോധനയ്ക്കായി അയച്ചത്. എന്തായാലും 2 DNAയും ഒത്തുപോകുന്നുവെന്ന് വാക്കാൽ വിവരം ലഭിച്ചു. അതുകൊണ്ട് തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും രാവിലെയോടെ. ലോറി ഉടമയായ മനാഫും സംഘവും ഇന്നലെ രാത്രി തന്നെ നാട്ടിലേക്ക് തിരിച്ചിരുന്നു. ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച ആംബുലൻസിന്റെ എല്ലാ ചെലവും കേരള സർക്കാർ വഹിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. കർണാടക പോലീസിന്റെ സുരക്ഷയോടെയാണ് മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് കൊണ്ടുപോവുക. അർജുന് അന്ത്യയാത്ര നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്. വീടിന്റെ ഓരത്ത് തന്നെയാണ് അർജുന് വേണ്ടിയുള്ള ചിതയൊരുക്കിയത്. ജൂലൈ 16-നാണ് അർജുനെ കാണാതായത്. അന്ന് രാവിലെ 8:45-നാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. പിന്നീട് 72 ദിവസം നീണ്ട തെരച്ചിലായിരുന്നു നടന്നത്. അർജുനെ കണ്ടെത്താനായത് ആ 72ാമത്തെ ദിവസം. ഗംഗാവാലി പുഴയിൽ നിന്ന് ബുധനാഴ്ച ഉയർത്തിയ ലോറി വ്യാഴാഴ്ച രാവിലെയാണ് ദേശീയപാതയുടെ അരികിലേക്ക് കയറ്റിയത്. പിന്നീട് ലോറിയുടെ ക്യാബിൻ പൊളിച്ചു മാറ്റി. ക്യാബിനിൽ നിന്നും അർജുന്റെ 2 മൊബൈൽ ഫോണുകളും ബാഗും വസ്ത്രങ്ങളും കുട്ടിക്കായി വാങ്ങിയ കളിപ്പാട്ടവും എല്ലാം കണ്ടെത്തി. കഴിഞ്ഞ ജൂലൈ 16-ാം തീയതിയായിരുന്നു ദേശീയപാത 66 ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത്. മണ്ണിടിച്ചിലിൽ കാണാതായ മറ്റു 2 പേർക്കുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. യോഗേഷ്, ജഗന്നാഥൻ എന്നിവരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒടുവിൽ അർജുന്റെ തന്നെയാണ് മൃതദേഹം എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. 72 ദിവസം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അർജുന്റെ മൃതദേഹം ഇന്നലെ ഉച്ചയോടെ കണ്ടെത്താനായത്. അതിനുശേഷം മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ എടുത്ത് DNA പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നാളെ രാവിലെയോടെ തന്നെ ശവസംസ്കാരം നടക്കും.